സ്നേഹമുള്ളവരെ, നമ്മുടെ ടീച്ചറ് ദീർഘവർഷങ്ങളിലെ സർവീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നമ്മൾ തിരിച്ച് ആക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കുടുംബാംഗങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ടീച്ചറിനെ നമ്മുടെ സ്കൂളിനെ വിട്ടു തന്നതിനെ ഓർത്ത് ദൈവത്തിനും ഈ കുടുംബത്തിനും പ്രത്യേകം നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. തുടർന്നുള്ള ടീച്ചറിൻ്റെ ജീവിതം ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്റർ പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 28 വർഷമായി സെൻറ് റാഫേൽസ് കുടുംബത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും നല്ല അധ്യാപികയായി അവരുടെ അമ്മയായി സേവനം ചെയ്യുവാൻ അന്ന് ടീച്ചർക്ക് ആരോഗ്യം നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വിധത്തിൽ ടീച്ചറെ എല്ലാ ദിവസവും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എപ്പോഴും സ്നേഹമായി കൊടുക്കുന്ന ജെയിംസ് സാറിനെയും ക്രിസ്തുവിനെയും സമർപ്പിക്കുന്നു. ദൈവമേ, ഇതിനെക്കുറിച്ചുള്ള പദ്ധതി മുഴുവൻ ആശയത്തിനല്ല, ഇതിൻ്റെ ക്ഷേമത്തിനാണ് നൽകി ചെയ്ത് എപ്പോഴും ടീച്ചറിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയും ടീച്ചർക്ക് അനുഗ്രഹമായും അങ്ങ് കൂടെ നിന്നതിന് നന്ദി പറയുന്നു. തുടർന്നും മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രിയപ്പെട്ട ഭർത്താവിനെ ഏറ്റവും സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാനും മകന് വേണ്ടി ഏറ്റവും നന്നായി ജീവിക്കുവാനും ടീച്ചറിനെ അനുഗ്രഹിക്കണമേ. സെൻറ് റാഫേൽസ് കുടുംബത്തിൻ്റെ ഭാഗമായിരുന്ന സമയത്തെല്ലാം ആത്മാർത്ഥതയുടെ ഒരു നിറന്തമായി തന്നെ സഹപ്രവർത്തകരുടെ ഇടയിലും താഴെയുള്ള ടീച്ചേഴ്സിനും സീനിയേഴ്സായിട്ടുള്ള ടീച്ചേഴ്സിനുമൊക്കെ പ്രിയങ്കരിയായി തീർന്ന ടീച്ചറിന് ഇനിയും ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണമേ. ടീച്ചറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തന മേഖലകളെയും സമർപ്പിക്കുന്നു. ടീച്ചറിനോടൊപ്പം സഹകരിച്ചു പോകുന്ന എല്ലാ ബന്ധുക്കളെയും ഇന്ന് ഈ യാത്രയിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. മനുഷ്യർ ഏറ്റവും നന്നായി സന്തോഷിക്കുന്നതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ മഹത്വമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇന്നുവരെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇടവ് മധ്യസ്ഥ സന്തോണസിൻ്റെ മധ്യസ്ഥവും അതോടൊപ്പം റഫായേൽ മാലാഖയുടെ കാവലും ടീച്ചറിനോടും തിരുസാനോടും അതിനോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സംസാരിക്കും. Gracias.
സാറേ ഏറ്റവും സ്നേഹത്തോടെ തിരിച്ച് നമ്മള് ഒരു യാത്രയപ്പ് സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. പ്രിയപ്പെട്ട നമ്മുടെ ആനി ടീച്ചറിനെ, ഏറ്റവും പ്രിയപ്പെട്ട ജെയിംസ് സാറിനെ തിരികെ ഏൽപ്പിക്കുന്ന വൈകാരികമായ ഒരു ചടങ്ങിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. തുടർന്ന് നമ്മുടെ കൂടെ ആയിരുന്ന ആനി ടീച്ചർ എത്രയോ വർഷം നമ്മുടെ കൂടെ ആയിരുന്നു. ആ കുടുംബത്തിലേക്ക് വന്ന് കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുമായിട്ട് ഏതാനും ചില വാക്കുകൾ നമ്മുടെ മാതൃച്ഛനും പ്രിയപ്പെട്ട ഹെഡ് മിസ്സസും സംസാരിക്കുന്നത് ന്യായവും യുക്തവുമാണ് ഈ അവസരത്തിൽ എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് നിമിഷം ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോടൊപ്പം, സ്റ്റാഫിനോടൊപ്പം മാത്രമല്ല ജെയിംസ് സാറിൻ്റെ ആനി ടീച്ചറിൻ്റെയും പ്രിയപ്പെട്ടവരോടൊപ്പം ഈ നിമിഷം ചെലവഴിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മാതൃച്ഛനെയും എൻ്റെ പ്രിയപ്പെട്ട ഹെഡ് മിസ്സസിനെയും ലിഷ ടീച്ചറെയും ആനി ടീച്ചറെയും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും ആനി ടീച്ചറിൻ്റെയും ജെയിംസ് സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് തോന്നുന്നത് രക്തബന്ധമുണ്ടോ അവർക്ക് ഒത്തിരി, അതുപോലെ തന്നെ സഹോദര ബന്ധങ്ങൾ ഒട്ടനവധി കീപ്പ് ചെയ്ത വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നമ്മുടെ ജെയിംസ് സാർ എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. അത് ഇവർ തുറന്ന് സമ്മതിക്കുന്നതിന്റെ പ്രതീകമാണ് ഇവിടെ നിൽക്കുന്നവരെന്നും എനിക്കറിയാം. നമ്മളിത് ചുരുക്കിയതാണ് ഇന്നത്തെ ഈ യാത്രയുടെ സമ്മേളനം, ഈ അനുമോദനം. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്സസിനെയും ആദരച്ചയും ലിഷ ടീച്ചറെ, ആനി ടീച്ചറെയും എല്ലാവരെയും, ഇവിടുത്തെ എല്ലാ സഹോദരങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്സസ് നമ്മോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ, ആനി ടീച്ചർ, ലിഷ ടീച്ചർ, ആനി ടീച്ചറിൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയ സഹപ്രവർത്തകരെ, ആനി ടീച്ചറിൻ്റെ ബന്ധുക്കാർ, അതുപോലെ തന്നെ അയൽവാസികൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിലേക്കും ഏറ്റവും സൗഭാഗ്യകരമായ നിമിഷമാണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൽ ഏറ്റവും നല്ല ഒരു മുഹൂർത്തം. കഴിഞ്ഞ 28 വർഷമായി സെൻറ് റാഫേൽസ് കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷം ടീച്ചർ ഇന്ന് ഇങ്ങോട്ട് എത്തുകയാണ്. ഇനിയും മുഴു സമയവും കുടുംബിനിയായിട്ട് നമ്മുടെ ജെയിംസ് സാറിനോടും അതുപോലെ തന്നെ മോനോടും ഒപ്പം ഉണ്ടായിരിക്കും. ഈ സമയങ്ങളിൽ ടീച്ചറിനെ ഒന്ന് സെൻറ് റാഫേൽസിലെ ഒരു HM എന്ന നിലയ്ക്ക് ഞാൻ വിലയിരുത്തുമ്പോൾ, ഞാൻ 2010 സെൻറ് റാഫേൽസിലെത്തുമ്പോൾ വളരെ നിശബ്ദയായി, അവിടെ ഭയങ്കര, ഇവിടെ നമ്മുടെ സ്കൂളിൽ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം കുറേ വർഷങ്ങളിൽ നിങ്ങൾ എല്ലാവരും പിന്നോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, UP സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു വടവൃക്ഷം പോലെയാണ്. അവർ ഭയങ്കര ഒരുമിച്ച് നിന്ന് എല്ലാത്തിനും കൊണ്ടുപോകും. അതിനകത്ത് വളരെ ശാന്തമായി സ്വസ്ഥമായ ഒരു സുന്ദരി, ഇങ്ങനെ ഒരു ശാലീന സുന്ദരി എപ്പോഴും അതിൽ കുറച്ച് ദൂരം നടന്നു പോകണം ഓഫീസിലേക്ക് എത്താനൊക്കെ. അപ്പോൾ വരുന്നത് കാണാം. ഒരിക്കൽ പോലും ഒരു സ്വരമുയർത്തി ആരോടും ഒന്ന് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല, മിക്കവാറും ടീച്ചിങ് ഒക്കെ പ്രൊഫഷൻ ആകുമ്പോൾ പല സാഹചര്യങ്ങളുണ്ടാകും അല്ലേ. എല്ലാ സഹപ്രവർത്തകരോടെല്ലാം ചേർന്നങ്ങ് പോകാനൊന്നും ചിലപ്പോൾ നമുക്ക് സാധിച്ചൊന്നും വരില്ല. അതുപോലെ പേരൻസ് ആണെങ്കിലും പല വിധത്തിലുള്ള പേരൻസാണ്. പക്ഷേ ഇവരോടെല്ലാം ഒരേ അവസ്ഥയിൽ നിന്ന് വളരെ ശാന്തമായി സ്വസ്ഥമായി ടീച്ചർ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ വളരെ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ
പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പോയി തിരിച്ചു വന്നപ്പോഴും ആനി ടീച്ചറിന് അതേ ഭാവം തന്നെയാണ്. അതായത് വളരെ പക്വതയോടെ ജീവിതത്തെ വീക്ഷിക്കുന്നു. അപ്പം ഞാൻ ചെറുതായിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ടീച്ചർ എന്തുകൊണ്ടാണ് ഇത്ര ശാന്തമായിരിക്കുന്നത്, ഇത്ര സ്വസ്ഥമായിരിക്കുന്നത്? കാരണം ദൈവം ഒരുപാട് അവസരങ്ങൾ ടീച്ചർക്ക് നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ശാന്തമാകാനും സ്വസ്ഥമാകാനും മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള ഒരുപാട് അവസരം കിട്ടിയ ഒരു നല്ല മുതൽക്കൂട്ടായ ഒരു പേഴ്സണാലിറ്റിയാണ് ആനി ടീച്ചറിൻ്റേത്. അതുകൊണ്ടാണ് ടീച്ചർക്ക് ഇത്ര നന്നായി മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് സ്വന്തം മോനെ പോലെ തന്നെ ഓരോ കുഞ്ഞിലും ടീച്ചർ സ്വന്തം ഭാവം കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ടീച്ചറിൻ്റെ ജീവിത അനുഭവങ്ങൾ ടീച്ചറിനെ ഇങ്ങനെ വാർത്തെടുത്തത് കൊണ്ട് ടീച്ചർ ഇപ്പോഴും അങ്ങനെ തന്നെ എന്ത് തന്നെ ലൈഫിൽ നടന്നാലും വളരെ സമാധാനമായി സ്വസ്ഥമായി നോക്കി നിൽക്കുന്ന ഒരു വളരെ പക്വമതിയായ ഒരു സ്ത്രീയാണ് ടീച്ചർ. അത് നല്ല സ്ത്രീത്വത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണത്. അല്ലാതെ എന്ത് കണ്ടാലും പെട്ടെന്ന് പരിസരം മറന്നു പോകുന്ന അത്തരം നേച്ചറൊന്നും ടീച്ചറിനെ എവിടെയും ബാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ടീച്ചർ ഒരു പക്ഷേ ടീച്ചർക്ക് ഈ ഒരു പേഴ്സണാലിറ്റി തന്നത് സെൻറ് റാഫേൽസ് കുടുംബത്തിന് 28 വർഷമായി സെൻറ് റാഫേൽസ് കുടുംബമാണല്ലോ ടീച്ചറിനെ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ടീച്ചറിൻ്റെ ഈ ഒരു വ്യക്തിത്വത്തിന് ഞങ്ങൾ എന്നും ടീച്ചറോട് കടപ്പെട്ടിരിക്കുന്നു. സഹപ്രവർത്തക എന്ന നിലയിൽ എൻ്റെ ഒരു ചേച്ചി പോകുന്ന ഒരു വിഷമം തന്നെയാണ് എനിക്കുള്ളത്. കാരണം യു പി സെക്ഷൻ്റെ പല കാര്യങ്ങളിലും എനിക്ക് കൃത്യമായിട്ടൊരു അഭിപ്രായം അറിയണമെങ്കിൽ ഇവരോട് രണ്ടിനോട് വിളിച്ച് ചോദിക്കും ഞാൻ. അതിനുശേഷമാണ് മറ്റുള്ളവരെ ഞാൻ യു പിയിലുള്ള ലജു ടീച്ചർക്ക് അറിയാം അല്ലേ, ഇവരോട് രണ്ടിനോടും ചോദിച്ചിട്ടാണ് ഞാൻ ലജു ടീച്ചറെ വിളിച്ച് ടീച്ചറെ ഇങ്ങനൊരു കാര്യമുണ്ട്, ലിഷ ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞത്, ആനി ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് ഞാൻ പറയും. അപ്പോൾ ഇവരെനിക്ക് നല്ലൊരു വഴികാട്ടികളായിരുന്നു സെൻറ് റാഫേൽസ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതെന്നും എൻ്റെ സഹപ്രവർത്തകരാണ് എൻ്റെ ബലം. അതിൽ തന്നെ ഇവർ രണ്ടുമാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്തവർ. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് രണ്ടുപേരോടും കടപ്പെട്ടിരിക്കുന്ന ആനി ടീച്ചറിൻ്റെ ഈ ഒരു ശാന്തമായ സ്വസ്ഥമായ പ്രകൃതത്തിന് ടീച്ചറിന് അതിനുള്ള അനുഗ്രഹം തീർച്ചയായിട്ടും ദൈവം ചില സാധനങ്ങൾക്കൊന്നും പ്രതിഫലം കിട്ടുന്നത് ഭൂമിയിലല്ല, അത് തീർച്ചയായിട്ടും സ്വർഗത്തിലായിരിക്കും. അപ്പോൾ ടീച്ചർക്ക് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടീച്ചറിൻ്റെ എല്ലാ അവസ്ഥകളിലും ദൈവം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോന് ഏറ്റവും നല്ല വിജയാശംസകൾ നേടിയാണ്. പിന്നെ നിങ്ങളെ സഹോദരങ്ങൾ, പിന്നെ ബന്ധുക്കാർ, അയൽപക്കക്കാർ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊരു യാത്രയായപ്പോൾ അതായത് കുറച്ചൊരു സങ്കടമുണ്ട്. കാരണം എല്ലാത്തിലും ഓടി നടക്കേണ്ട ആൾ അങ്ങനെ നടക്കുന്നില്ല. പക്ഷെ അത് ഏറ്റവും നന്നായി ടീച്ചർ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടു. ഒരിക്കലും ഒരു രോഗിയായ ഒരാൾ താമസിക്കുന്ന വീടൊന്നൊരു ഫീല് കിട്ടുന്നില്ല. ടീച്ചർ അത്ര നന്നായി നോക്കുന്നത് കൊണ്ടാണ് ഈ പ്രായത്തിലുള്ള ഒരാൾ രോഗാവസ്ഥയിലും ഈ വീടൊക്കെ ഇത്ര നീറ്റായിട്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ടീച്ചറിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടായിരുന്നതിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ടീച്ചറിന് ഇനിയും ഉണ്ടാകും. ഇനിയും ടീച്ചർ സ്കൂളിൽ വരണം, ഇടയ്ക്കിടെ വല്ലപ്പോഴും വരണം. എനിക്കറിയാം ഇനി പല കാര്യങ്ങൾ ഇവർക്ക് റിട്ടയർ ആയി കഴിയുമ്പോൾ പല കാര്യം ചെയ്യാനുണ്ട്. ഒന്നിനും മടിക്കണ്ട, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും വരാം. ഇതുവരെ സെൻറ് റാഫേൽസ് കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നതിന് ടീച്ചറിൻ്റെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട മാനരച്ചൻ സംസാരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് സംസാരിച്ചാണ്. എനിക്കിവിടെ നിങ്ങൾക്കത് റിപ്പീറ്റേഷനായിട്ട് വരാം ചിലപ്പോൾ. ടീച്ചർ 28 വർഷം പഠിപ്പിച്ചു, 10 വർഷം അവിടെ പഠിച്ചു. 38 വർഷമാണ് സെൻറ് റാഫേൽസിൽ ടീച്ചർ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുക ഈ ഇവിടെ വന്നിട്ട് എത്ര ആളായി, കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എത്ര ആളായി? 26 അല്ലേ? അപ്പം 38 വർഷങ്ങൾ അവിടെ ആയിരുന്നു, ആ സ്കൂളിലായിരുന്നു. ഇവിടെ 26 വർഷങ്ങൾ. എനിക്ക് തോന്നുന്നു ഇവിടത്തേക്കാൾ ആത്മബന്ധം സെൻറ് റാഫേൽസിനോടായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിൻ്റെ കാരണം വർഷങ്ങൾ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചർ പഠിച്ചതും ടീച്ചറിനെ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം വീണ്ടും പഠിപ്പിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ എല്ലാവരോടും ഈ പറയുന്ന പോലെ വളരെ ശാന്തമായിട്ട് ഇടപെടാൻ കഴിയാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, എനിക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ വരുമ്പോഴും വളരെ ശാന്തമായിട്ട് അതിനെ ഡീൽ ചെയ്യാന്ന് പറയുന്നത് അത് വളരെ അത്രമാത്രം നമ്മുടെ ശ്രദ്ധയോടെ അവധാനതയോടെ ജീവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ടീച്ചറിന് അത് സാധിക്കുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു സാറിന്. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു, ഒരു ഏകദേശം ഒരു 8 മാസം മുമ്പല്ലേ.
അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ സാറ് പാടില്ലാതിരിക്കുമെന്ന കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ടീച്ചറിനെ നേരത്തെ വഴിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ വിളിച്ച് ചോദിക്കും, സാർ ടീച്ചറൊന്ന് നേരത്തെ പോയെന്ന് ചോദിക്കും. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ജെയിംസ് സാറ് വയ്യാതിരിക്കുമെന്ന് അറിഞ്ഞത് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചില കാര്യങ്ങൾ ചിലർ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഒരിക്കൽ കൂടി ടീച്ചറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം പ്രയർഫുള്ളാണ് ടീച്ചർ. തുടർന്ന് സെൻറ്റ് റാഫേൽസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ടീച്ചറിനോട് മുന്നേ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും. പ്രിയപ്പെട്ട ആനി ടീച്ചറിനെ ബഹുമാനപ്പെട്ട മാനരച്ചൻ പ്രിയപ്പെട്ട ജെയിംസ് സാറിനെ തന്നെ തിരികെ ഏൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് തുടർന്നും ഈ സ്നേഹബന്ധം നിലനിർത്താം. രാവിലെ മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ ഓരോ വിരമിക്കലും അസ്തമയമല്ല, പുതിയൊരു പ്രഭാതത്തിൻ്റെ തുടക്കമാണ് എന്ന ചിന്ത എല്ലാവർക്കും ഉള്ളത് നല്ലതാണ്. ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ജെയിംസ് സാറിൻ്റെയും ആനി ടീച്ചറിൻ്റെയും രക്തബന്ധങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സേവനത്തിന് ശേഷം ഋഷ ടീച്ചർ തിരിച്ച് പൂർണ്ണമായും വീടിൻ്റെതായിട്ട് മാറുകയാണ്. എല്ലാവരുടെയും പേരിൽ ഋഷ ടീച്ചർ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഋഷ ടീച്ചറിനെ പ്രകാരം വിട്ടു നൽകിയ ഈ കുടുംബത്തിന് ദൈവാനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പേരിൽ സെൻറ്റ് റാഫേൽസ് സ്കൂളിൻ്റെ നന്ദി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. ജസ്റ്റ് നിമിഷം പ്രാർത്ഥിക്കും. നമുക്കതിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.
സ്നേഹജാലയായി സ്വർഗ്ഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിജാലമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി. യേശുവേ വിമോചകനെന്നും വിശ്വമാകെയും ഘോഷിക്കാൻ. യേശുവേ വിമോചകനെന്നും വിശ്വമാകെയും ഘോഷിക്കാൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ സ്നേഹ സാന്നിധ്യത്തിന് മുന്നിൽ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും സ്നേഹമായും സന്തോഷമായും ഐക്യമായും ഞങ്ങളുടെ കൂടെ അങ്ങ് വസിച്ചതിന് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, ഇന്ന് ഈ കുടുംബത്തിലെത്തിയിട്ടുള്ള എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമാംവിധം കഴിഞ്ഞ 33 വർഷമായി സെൻറ് റാഫേൽസ് കുടുംബത്തിലെ അധ്യാപക സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല കൂട്ടാളിയായി ഞങ്ങളോടൊപ്പം നിന്ന ശേഷം ഇന്ന് വിരമിച്ച് ഭവനത്തിലെത്തി ഇനി മുതൽ കുടുംബിനിയായി പൂർണ്ണമായും മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ജീവിക്കുന്ന ലിഷ ടീച്ചറെ സമർപ്പിക്കുന്നു. സ്റ്റോയെ കഴിഞ്ഞ 33 വർഷം സെൻറ് റാഫേൽസ് കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നതിന് സെൻറ് റാഫേൽസ് കുടുംബത്തിലേക്ക് രാവിലെ തന്നെ എത്തുവാനും അവിടെ ഏറ്റവും നല്ല ടീച്ചറായി കുട്ടികൾക്കും ഏറ്റവും നല്ല സഹപ്രവർത്തകയായി കൂട്ടുകാർക്കുമൊപ്പം വസിക്കുവാനും അങ്ങയിടയാക്കിയതിന് നന്ദി പറയുന്നു. ഈ കാലയളവിലെല്ലാം ടീച്ചർക്ക് സപ്പോർട്ടായിരുന്ന ഭർത്താവിനെയും മക്കളെയും ബന്ധുക്കാരെയും അയൽവക്കക്കാരെയും എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇന്ന് ഈ മംഗളകർമ്മത്തിന് സാക്ഷിയാകുവാൻ ഈ കുടുംബത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങ് വഴി നടത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ ശൂന്യരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ വഴി ഇനിയും ഞങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഞങ്ങളുടെ ജീവിതപാതയിലെല്ലാം അങ്ങയുടെ പ്രകാശം നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഈ കുടുംബത്തിലും ഇവരുടെ മക്കളിലും ബന്ധുക്കാരിലും അയൽവാസികളിലും എല്ലാം നിറയുവാൻ അങ്ങയിടയാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ റഫായന്മാരായുടെ മധ്യസ്ഥവും വിശുദ്ധജനോടും കുടുംബത്തോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അച്ഛൻ ലിഷ ടീച്ചറിനെ ഹസ്ബൻഡിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും സ്നേഹപൂർവ്വം രണ്ടുപേർക്കും നേരുന്നു.
അടുത്തായിരുന്നു. എന്നാലും As we honor her incredible journey and dedication she has left in her school, let's make this day unforgettable. 33 years in the classroom, shaping generation and still the heart of her home. We truly appreciate your sincere hard work and kindness. Welcome home, Mummy. ആദ്യമായി സ്വാഗതം പറയുന്നതിനായി പപ്പയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഭാര്യ ലിഷ 33 വർഷം സർവീസിന് ശേഷം 31 മാർച്ച് 2026 റിട്ടയറാണ്. അതിനോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന ഈ വിരുന്നിലേക്ക് എല്ലാവരെയും ഞാനും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പപ്പ. അടുത്തതായി ആശംസ പറയുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ അൽഫോൺസ് സിസ്റ്ററെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ലിഷ ടീച്ചർ, ആനി ടീച്ചർ, ലിഷ ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ലിഷ ടീച്ചറിൻ്റെ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള എൻ്റെ സഹപ്രവർത്തകരെ, ലിഷ ടീച്ചറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എല്ലാവരും നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമാകുകയായിരുന്നു. ഞാനപ്പോൾ രാവിലെ നമ്മുടെ സ്കൂളിൽ ഒന്നും പറയാതിരുന്നപ്പം നിങ്ങളിൽ മിക്കവാറും പേരോർത്ത് വേണം സിസ്റ്റർ എന്താ ഒന്നും പറയാത്തതെന്ന്, അല്ലേ? ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള ഒരടുപ്പം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വാക്കുകൾക്ക് അതീതമായി പോകാറുണ്ട് നമ്മുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ. ഒരിക്കൽ ചിക്കാഗോയിൽ ഒരു മതപ്രസംഗത്തിന് വേണ്ടി പോവുകയാണ്. അപ്പം നമ്മുടെ വിവേകാനന്ദ സ്വാമികളാണ് ഈ മതപ്രസംഗത്തിന് വേണ്ടി പോകുന്നത്. അപ്പോൾ മതപ്രസംഗത്തിന് വേണ്ടി പോകുന്ന സ്വാമി വിവേകാനന്ദനോട് വള്ളത്തോളൊരു കവിത ചൊല്ലിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. ഒരു കൃഷ്ണപരുന്തിനോട്, കവിതയുടെ പേര് ഒരു കൃഷ്ണപരുന്തിനോട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിനക്ക്, കുര്യൻ എൻ്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക, അതാ ഞാൻ ഇടയ്ക്ക് നോക്കുന്നത്. നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ പേടിക്കണ്ട, നീ ഇപ്പോൾ നിനക്ക് തോന്നാം നീ ഒരു കാഷായ വേഷമാണ് സാധാരണ സന്യാസിമാർ ധരിക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ നോക്കുമ്പോൾ ടൈ വെച്ചവരുണ്ട്, അതുപോലെ ഫുൾ സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ടവരുണ്ട്. അവരുടെയൊക്കെ ഇടയിലേക്ക് നീ ചെന്ന് കഴിയുമ്പോൾ നീ വിഷമിക്കേണ്ടതില്ല. കാരണം അവരെ എനിക്ക് തോന്നുന്നത് കൊറ്റികൾ മാത്രമായിട്ടാണ്. കൊറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊക്കല്ല. കൊക്കെന്ന ഭാവേന പാടത്ത് കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്. പറന്നു ഉയരുമ്പോൾ മാത്രമാണ് ഇത് കൊറ്റിയാണെന്ന് മനസ്സിലാകുന്നത്. കൊക്കിനോളം വരില്ല കൊറ്റി. അപ്പോൾ ഇവരെ ബ്രിട്ടീഷുകാരെ കൊറ്റികളോടാണ് ഉപമിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തോട് പറയാണ്, നീ ആവട്ടെ കാഷായധാരിയാണ്, നീ കൃഷ്ണപരുന്താണ്. കൃഷ്ണപരുന്തിൻ്റെ ചിന്ത, ഈ കൊറ്റികളുടെ പ്രത്യേകത അവരുടെ നോട്ടം എപ്പോഴും താഴെയായിരിക്കും. എപ്പോഴാണ് മീൻ പറന്നു വരുന്നത്, എപ്പോഴാണ് മീൻ പൊങ്ങി വരുന്നത്, അപ്പോൾ ഇവരിങ്ങനെ പറക്കാൻ പാകത്തിന് നിൽക്കും. അതേസമയം കൃഷ്ണപരുന്തിൻ്റെ ചിന്ത എപ്പോഴും മുകളിലേക്കാണ്. അത് മേഘങ്ങൾക്കും അപ്പുറം, മഴമേഘങ്ങൾക്കും അപ്പുറം പറക്കുന്ന ഒരു പരുന്താണ് കൃഷ്ണപരുന്ത്. അതുകൊണ്ട് ഈ വിവേകാനന്ദ സ്വാമിയെ ഇദ്ദേഹം ഉപമിക്കുന്നത് കൃഷ്ണപരുന്ത് എന്ന സ്ഥാനത്താണ്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാനും വളരെ അഭിമാനത്തോടെ പറയും നമ്മുടെ ടീച്ചിങ് പ്രൊഫഷനെ കുറിച്ച്. പഠിപ്പിച്ചിട്ടുള്ള പല കുട്ടികളും ടീച്ചറിൻ്റെ അടുത്ത് ഈ പിൻബെഞ്ചുകാരായിരിക്കും എപ്പോഴും മിക്കവാറും ടീച്ചർ എന്നോട് പറയാറുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ അല്ലേ, ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് വരുന്ന മിക്കവാറും പിള്ളേർ ടീച്ചർ പഠിപ്പിച്ചവർ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ആയിരിക്കും പിന്നെ നമ്മളെ നോക്കി
ചിരിക്കുന്നതുമൊക്കെ. അത്തരം ഉദാഹരണങ്ങളൊക്കെ ടീച്ചർക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ സെൻറ് റാഫേൽസിൻ്റെ ചരിത്രത്തിൽ രാവിലെ നമ്മുടെ സജിതയൊക്കെ സൂചിപ്പിച്ചതുപോലെ, സജിതയും മേജോയും സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്രമാണ് അങ്ങ് നീങ്ങിപ്പോകുന്നത്. ഇനിയുള്ളവരൊക്കെ നമ്മളൊക്കെ കുറച്ച് സർവീസൊക്കെയാണ്, പല സ്കൂളിൽ നിന്ന് വന്നവരാണ്. അടുത്ത വർഷം റിട്ടയർ ആവുന്ന ഞങ്ങൾ എല്ലാവരും തന്നെ പല സ്കൂളിൽ പോയിട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നു പല സ്കൂളിൽ പോകാതെ വന്നത് സീനിയർ ടീച്ചർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും പല സ്കൂളിൽ നിന്ന് പോയിട്ട് വന്നവരാണ്. ലൈജു ടീച്ചറും ഉണ്ട്. 5 പേരിൽ 3 പേരും പല സ്കൂളിൽ പോയിട്ട് വന്നത്. അപ്പോൾ സെൻറ് റാഫേൽസിൻ്റെ ചരിത്രത്തിൽ ഒരു 33 വർഷം മാത്രമല്ല, അതിനു മുമ്പ് 10 വർഷം കൂടെ, 43 വർഷം. അപ്പോൾ ടീച്ചറിന് അറിവ് തന്നതും സെൻറ് റാഫേൽസ് ആണ്, അന്നം തന്നതും സെൻറ് റാഫേൽസ് തന്നെയാണ്. അറിവും അന്നവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുന്ന സ്ഥാപനത്തെ ഒരിക്കലും ആ വ്യക്തി മറന്നു പോകില്ല. ഞങ്ങളും അതുപോലെ തന്നെ ടീച്ചറോട് കടപ്പെട്ടിരിക്കുന്നു. രാവിലെ ഇവരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ റിട്ടയർ ആയി കഴിയുമ്പോൾ ഒരിക്കലും ഞങ്ങളുമായിട്ടുള്ള ബന്ധം മുറിച്ച് കളയരുതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം റിട്ടയർ ആയി കഴിഞ്ഞിട്ട് കുറച്ച് പേർക്കെങ്കിലും അങ്ങോട്ട് വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ടീച്ചർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 പേർക്കും മുന്നോട്ടുള്ള പേപ്പറുകൾക്കോ ഒക്കെ എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്റ്റാഫ് റൂമിൽ നിങ്ങൾക്കായി ഇടമുണ്ടായിരിക്കും. അച്ഛൻ പറഞ്ഞതുപോലെ പുതിയ കെട്ടിടം പണിത് കഴിയുമ്പോൾ ഒരു ദിവസം അവിടുത്തെ കാറ്റൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെ ഇരുത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ജൂൺ മാസം നമ്മൾ ആ കെട്ടിടത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ നിങ്ങളെ 2 പേരെയും ക്ഷണിക്കുന്നതാണ്. 2 പേരും വരണം. മുന്നോട്ട് സെൻറ് റാഫേൽസ് കുടുംബത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കണം. നമ്മുടെ ആ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ പെട്ടെന്നങ്ങ് പോകരുത്. അവിടെ തന്നെ നിന്ന് ഞങ്ങൾക്ക് പ്രചോദനമാകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ആയിരിക്കും വിശ്വസിക്കുന്നു. കൂട്ടി നിർത്താനും ടീച്ചർക്ക് പറ്റുന്നുണ്ട്. ഇപ്പം ബന്ധസ്വന്തങ്ങളെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുക, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ടീച്ചറും ഇതുപോലെ ലൈഫിൽ ഒത്തിരി ചില സിറ്റുവേഷനൊക്കെ ടീച്ചർക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല ലൈഫിൻ്റെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലൈഫിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇങ്ങനെ ഉയർന്നു പറക്കൽ തന്നെയാണ്. നമ്മുടെ ചിന്തയൊക്കെ ഉന്നതത്തിലേക്ക് തന്നെയാണെന്ന് ടീച്ചർ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ലിഷ ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ ഭാവി ജീവിതം ഏറ്റവും സുന്ദരമാവട്ടെ. കുടുംബത്തിലെ ഏറ്റവും നല്ല അമ്മയായി, അതുപോലെ സ്വന്തം അമ്മയുണ്ട്, അമ്മയ്ക്കും ഭാഗ്യമാണ് കേട്ടോ. അമ്മയ്ക്കൊരു ഭാഗ്യമാണ് ഇതുപോലെ നല്ലൊരു മോളെ കിട്ടുക. അതുപോലെ ആങ്ങളയ്ക്കും അതെ. ഇവരെല്ലാം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആങ്ങളയ്ക്കുമൊക്കെ ഇങ്ങനെ ഒരു പെങ്ങളെ കിട്ടുക എന്നുള്ളതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ നല്ലൊരു പ്രചോദനമായിട്ട്, ഇൻസ്പിറേഷനായിട്ട് ഒരു അമ്മ വീട്ടിലുണ്ടെങ്കിൽ മക്കൾ എവിടെ ചെന്നാലും ശോഭിക്കും. അതുകൊണ്ടാണ് കേട്ടോ മോളെ. അതൊക്കെയാണ് നിങ്ങളുടെ എന്താ കൊച്ചിനെ വിളിക്കുന്നത്, ഷെറിക്കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചറെ വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ചെല്ലുന്നിടത്തൊക്കെ 2 പേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അമ്മയുടെ മോഡല് നല്ലതാണ്, എല്ലാ വിധത്തിലും നല്ലതാണ് കേട്ടോ. നല്ല സൗന്ദര്യമായിട്ട് ഒരുങ്ങി വരാനും ഇന്ന് രാവിലെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ നോക്കുമായിരുന്നു. അതായത് എന്നാ പറഞ്ഞാലും അതുപോലെ ചെയ്യാനായിട്ട്. ടീച്ചർക്ക് അങ്ങനെ ഞാൻ കുറച്ച് വലുതാണ്, ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നൊരു ഇതൊന്നുമില്ല, ഒരു ഭാവമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് വളരെ ലാളിത്യമുള്ള മനസ്സിൻ്റെ ഉടമ കൂടിയാണ്. ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ, സെൻറ് റാഫേൽസ് കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും ശോഭനമായ ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി റിട്ടയർമെൻറ്റ് ലൈഫ്. സ്നേഹം നിറഞ്ഞ ആശംസ നൽകിയ സിസ്റ്റർ അൽഫ സിസ്റ്റർക്ക് താങ്ക് യു. അടുത്തതായി ആശംസ പറയുന്നതിനായി സോഫിയയെ ക്ഷണിക്കുന്നു. ലിഷയുടെ കൂടെയുള്ള ലിഷയുണ്ടാക്കാൻ വന്ന എല്ലാ ടീച്ചേഴ്സും ബന്ധുക്കളും എല്ലാവർക്കും ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ജോർജൻ്റെ ഈ വീട്ടിലെ മൂത്ത മോളാണ്, അതായത് മൂത്ത നാത്തു ലിഷ ടീച്ചറിൻ്റെ. അപ്പം എനിക്ക് ആശംസകൾ എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കുറച്ച് നല്ല ഓർമ്മകളുണ്ട്. എന്നോട് ആശംസകൾ അർപ്പിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ മാം പറഞ്ഞു എനിക്ക് കുറച്ച് 5 മിനിറ്റ് എടുക്കുള്ളൂ, നല്ല മെമ്മറീസ് ഉണ്ട്. ലിഷയെ ഞങ്ങൾ 3 പെങ്ങന്മാർക്ക് ഒരാങ്ങളെയാണ് ജോജി. അവന് വേണ്ടിയിട്ട് പെണ്ണ് കാണാൻ പോയത് ഓർക്കുന്നുണ്ട്. അന്ന് ഞങ്ങളെല്ലാവരും വന്നത് ഒരു കതിര് പോലെ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ കണ്ടിട്ടാണ് വന്നത് കേട്ടോ.
ഞാൻ അങ്ങനെയൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരിക്കൽ ഞാൻ പറഞ്ഞു, നിന്നെ ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ നിന്നെപ്പോലൊരു സുന്ദരിക്കുട്ടി വേറെ ഉണ്ടായിരുന്നില്ല. ഇപ്പം ശരിക്കുട്ടി എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയായിരുന്നു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാലമൊക്കെ ഇങ്ങനെ മാറി. എൻ്റെ ഓർമ്മയിൽ സ്കൂളിലെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനും ജോലി കിട്ടി കുടുംബമായി അങ്ങനെ എല്ലാ 2 വർഷം കൂടുന്തോറും ട്രാൻസ്ഫർ വാങ്ങിച്ച് അങ്ങനെ പോയ വഴിക്ക് ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ വരാറുള്ളൂ. ജീവിതത്തിൽ എനിക്കും ഈ പറയുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ആവശ്യങ്ങൾ, അതായത് എൻ്റെ 2 കുട്ടികളെ തന്നെ ആക്കിയിട്ട് എനിക്ക് 3 ആഴ്ചത്തെ ട്രെയിനിങ്ങിന് പോകണം. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ 2 പെൺകുട്ടികളെ, അവർ സെൻറ്റ് മേരീസ് ഫോർട്ട് കൊച്ചിയിലാണ് പഠിച്ചത്. ഇവളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. 3 ആഴ്ച അവരെ ഒരുക്കി, അവർക്ക് ഭക്ഷണം കൊടുത്ത് ബസ്സിൽ കയറ്റി വിട്ടു. തിരിച്ചവർ വന്നു. അങ്ങനെ 3 ആഴ്ച, അങ്ങനെ 2-3 തവണ അവരെ ലിഷ നോക്കിയത്. എൻ്റെ മക്കൾ അതിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനൊരു കാലത്തും അതും മറക്കില്ല. രണ്ടാമത്തെ കാര്യം, വളരെ വളരെ കൺവിൻസിങ് ആയിട്ട് എനിക്ക് പറയാം. എനിക്ക് ഒരുപാട് ആൾക്കാരൊന്നും പരിചയമില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ അമ്മയും അപ്പനെയും ഇതുപോലെ നോക്കിയിട്ടുള്ള ഒരു നാത്തൂനെ എനിക്ക് പറയാൻ പറ്റില്ല. വെച്ചാൽ ഒരു മരുമകളായിട്ടല്ല, ഒരു നേഴ്സായിട്ടോ എല്ലാമായിട്ട് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ വല്ലപ്പോഴും ഒരു കാറ് വിട്ടുകൊടുക്കുകയോ ഡ്രൈവറെയും കൂട്ടി വിട്ടുകൊടുക്കുകയോ അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ എനിക്ക് വരാനും പോകാനും പറ്റാത്ത രീതിയിലുള്ള ഒരു ജോലിയായിരുന്നു എൻ്റേത്. ബാങ്കിൽ അറിയാമല്ലോ, രാവിലെ 9 മണിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 9 മണിക്കാണ് ഇറങ്ങാൻ പറ്റുക. അപ്പോഴൊക്കെ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ അമ്മച്ചിയെ കൊണ്ടുപോകാനും ഒക്കെ ലിഷ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ കയ്യും കണക്കുമില്ല. ഞാൻ എല്ലാവരോടും പറയാറുള്ളത്, എൻ്റെ മക്കളോടും എല്ലാവരോടും പറയാറുള്ളത്, അതിൻ്റെ ഗുരുത്വമാണ് ഈ വീടിനും ഈ 2 കുഞ്ഞുങ്ങൾക്കും ഉള്ളത്, ഷെറിക്കുട്ടിക്കും ജെറിനും. ആ ഗുരുത്വം ഞാൻ എല്ലാവരോടും, ഇവരെക്കുറിച്ചല്ല എല്ലാവരോടും ഞാൻ പറയും, ഗുരുത്വം ഒരിക്കലും കളയരുത് എന്നുള്ളത്. അത് നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് നമുക്കത് കിട്ടും. അതുപോലെ ഒരു ഗുരുത്വമാണ് ഒരു മരുമകളെ കിട്ടിയിരിക്കുന്നതും മേഘ. അങ്ങനെ ദൈവം അവൾ എന്തുമാത്രം കഷ്ടപ്പെട്ടോ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ശരിക്കും വരില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. എപ്പോഴോ ഇന്ന് എൻ്റെ മോള് വന്നിട്ട് നമുക്ക് പോകണമെങ്കിൽ പോകണം. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്നാൽ എനിക്ക് ഡ്രൈവറെ അറേഞ്ച് ചെയ്താൽ. അങ്ങനെ ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ അങ്ങനെ അങ്ങ് വന്നതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നമ്മുടെ കടപ്പാടുകൾ നമ്മൾ ദൂരെ ഇരുന്ന് ഫോണിൽ കൂടെ പറഞ്ഞാൽ മാത്രം പോരാ, ചിലപ്പോൾ കൂടെ വന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് കൈ പിടിച്ച് ലിഷേ ഇങ്ങനെയൊക്കെയാണ് എന്ന് എല്ലാവരുടെ മുമ്പിലും നമ്മൾ ഏറ്റു പറയുന്നതുകൊണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. ദൈവം ഇനിയും കൂടുതൽ അനുഗ്രഹിക്കട്ടെ. അവളെക്കുറിച്ച് കേൾക്കുന്ന എല്ലാ നല്ല വാക്കുകൾക്കും ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. സോഫിയ ആൻറ്റി അടുത്തതായി ആശംസ പറഞ്ഞതിനായി ജാൻസിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട HM അൽഫോൺസ് സിസ്റ്റർ, അനിയമ്മ, ലിഷയുടെ കൂടെ വന്ന സഹപ്രവർത്തകരായ അധ്യാപകരെ, അനധ്യാപകരെ, മേഘയുടെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണോ അതെല്ലാം എൻ്റെ ചേച്ചി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ലിഷയെ സംബന്ധിച്ചിടത്തോളം ലിഷ ഭാഗ്യവതിയാണ്. കാരണം സിസ്റ്റർ പറഞ്ഞ പോലെ പഠിച്ച സ്കൂളിൽ 10 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് B.Ed കഴിഞ്ഞു. വീണ്ടും 33 വർഷം അതേ സ്കൂളിൽ തന്നെ യാതൊരു ട്രാൻസ്ഫറോ ഒന്നും ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഞാനൊരു അധ്യാപികയായിരുന്നു. ഞാൻ 30 വർഷം ഒരു സ്കൂളിൽ വർക്ക് ചെയ്തു. പിന്നീട് ഒരു 5 വർഷം സെയിൻറ്റ് പീറ്റേഴ്സിൽ HM ആയിട്ട് ഞാൻ പഠിച്ച, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ അപ്പനും അമ്മയും പഠിപ്പിച്ച സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ 5 വർഷം അതേ ഓഫീസ് റൂമിൽ എനിക്കും ഒരു HM ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് ഒരു ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്.
അപ്പോൾ ലിഷയോടും ഞാൻ പറയും, എപ്പോഴും ഞാൻ പറയും, നമുക്ക് പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ സാരമില്ല, നമ്മുടെ വീടിനടുത്ത് നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മളെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സഹപ്രവർത്തകരുടെ കൂടെ പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ ലിഷ ഞങ്ങളെപ്പോലെ തന്നെ 3 പെൺകുട്ടികളും ഒരാണുമാണ് ലിഷയുടെ വീട്ടിൽ. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങൾ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ എൻ്റെ അമ്മച്ചിയും അധ്യാപികയായിരുന്നു. അമ്മച്ചിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു നല്ല വെളുത്ത പെങ്കൊച്ചിന് വേണമെന്ന്. അപ്പോൾ ചെന്നപ്പോൾ ഞങ്ങൾ വേറൊരു കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ടാണ് വെറുതെ ഒന്ന് ചെന്നത്. അപ്പോൾ അമ്മച്ചി കണ്ടപ്പോൾ അത് അമ്മച്ചി ഉടനെ കാല് മാറി, എനിക്കിത് മതി, എടി നല്ല വെളുത്തതാണ്, ടീച്ചറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇനി ഞങ്ങൾ അപ്പോഴും ഇവരെ ലിഷയുടെ ചാച്ചൻ, അപ്പം ഞാൻ ഇന്നും ആ മനുഷ്യനെ ഓർക്കുകയാണ്. വലിയ ജോലിയൊന്നും അല്ലായിരുന്നെങ്കിലും 3 പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയെയും അദ്ദേഹം നന്നായിട്ട് പഠിപ്പിച്ചു. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അവരെല്ലാവരും നല്ല നിലയിൽ, എല്ലാവരും സ്വന്തം കാലിൽ നല്ല നിലയിൽ അവർ നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ലിഷയുടെ ചാച്ചനോടും അമ്മച്ചിയോടുമാണ്. ചാച്ചൻ ഇന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഇന്ന് കാണാനുള്ള, എവിടെ സ്വർഗത്തിൽ നിന്ന് കാണുന്നുണ്ടാവും, എന്നാലും അവരുടെ വളർത്തലിൻ്റെ അവരുടെ ഒരു വളർത്ത് ഗുണം എന്ന് പറയില്ലേ, അതാണ് ലിഷയ്ക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ അതുപോലെ എൻ്റെ ഡാഡിയും അമ്മച്ചിയൊക്കെ ഒരുപാട് നാൾ രോഗാവസ്ഥയിലും ഹോസ്പിറ്റലിലും പല ഹോസ്പിറ്റലിലും ഒക്കെ മാറി മാറി നടന്നെങ്കിലും ഞങ്ങൾ പെൺമക്കൾക്ക് വന്ന് നിന്ന് നോക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കാരണം ലിഷ തന്നെ ലീവ് എടുക്കും. കാരണം ലിഷയോടാണ് ഇഷ്ടം. ഞങ്ങൾ വന്നാൽ ആകെ പ്രശ്നം, പ്രത്യേകിച്ച് എന്നെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല വഴക്ക് പറയും. ചേച്ചിയും അനിയത്തിയൊന്നും അങ്ങനെ പറയില്ല. ഞാൻ എന്തെങ്കിലും കണ്ടാൽ ഓട്ടനെ അത് നമ്മുടെ ടീച്ചർമാരുടെ ഒരു ദുർഗുണം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് എന്നെ വലിയ ഇഷ്ടമല്ലായിരുന്നു. നീ എൻ്റെ മരുമോളുടെ കുറ്റം കണ്ടുപിടിക്കാൻ വന്നാണല്ലേ, അങ്ങനെയല്ലേ എന്നൊക്കെ പറയും. ആദ്യമേ അതേ പറയുള്ളൂ. അപ്പോൾ ലിഷ തന്നെയാണ് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം ആ മാതാപിതാക്കളുടെ 2 പേരും മരിച്ചു പോയെങ്കിലും അവരുടെയൊക്കെ ഒരു അനുഗ്രഹം എന്നും ഉണ്ടാവും. അത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 2 നല്ല മക്കൾ, അവർ പഠിച്ച് നല്ല നിലയിലായി, ഒരു മരുമോളെ കിട്ടി. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഷെറിക്കുട്ടിയാണ്, അവൾക്കും നല്ലൊരു ജീവിതം ദൈവം ഉടനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒരു നമ്മുടെ കാരണവന്മാരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗുരുത്വം, അതൊക്കെയാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ 33 കൊല്ലം യാതൊരു കേടുപാടുമില്ലാതെ, ഒരു ബ്ലാക്ക് മാർക്കൊന്നും ഇല്ലാതെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ലിഷയെ എല്ലാവിധ ആശംസകളും. ഭാവി ജീവിതം നല്ല ഇതേപോലെ തന്നെ അടിച്ചു പൊളിച്ചു പോവുക. ഞങ്ങളുടെ സ്കൂളിലും പറയും, നമുക്ക് കിട്ടുന്ന പൈസയൊന്നും നമ്മൾ മക്കൾക്കായിട്ടൊന്നും ചിലവാക്കണ്ട, അടിച്ചു പൊളിച്ച് ഇനി ജീവിക്കുക. കാരണം ഇത്രയും കാലം നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. ഇനിയുള്ള കാലം നമ്മൾ ജീവിക്കണം, എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുക. പിന്നെ എൻ്റെ ബ്രദറാണെങ്കിൽ ഇച്ചിരി മടിയനാണ് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ടൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ് നിർബന്ധിച്ചൊക്കെ പോകണം. അപ്പോൾ നന്നായിട്ട് ജീവിക്കുക, അടിച്ചു പൊളിച്ച് ദൂരെ യാത്രകളൊക്കെ ചെയ്ത്. മക്കളെ ഒന്നും ഇനി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്കൊക്കെ നല്ല പൈസയായി, അവർക്കൊക്കെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായി. ഇനി നിങ്ങൾ 2 പേരും കൂടെ, നമ്മുടെ ജീവിതം ഇനിയാണ്. ശരിക്കും ഞാനും ഒരു വലിയ ഫാമിലിയിലേക്ക് 8 മക്കളിൽ ഏറ്റവും മൂത്ത ആളുടെ ഭാര്യയായിട്ട് കയറി ചെന്നാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ കാലം വരെ ജീവിക്കാൻ നമുക്ക് സമയമില്ല. കാരണം എല്ലാവരുടെയും കാര്യം നോക്കണം. മക്കളായി ഒരാളുടെ കല്യാണം കഴിയുമ്പോൾ അടുത്ത ആളുടെ പ്രസവം വരും. അപ്പോൾ അങ്ങനെ തിരക്കായിട്ട് ഇപ്പോൾ ഞങ്ങളും ഹാപ്പിയാണ്. ഞങ്ങളുടെ 2 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളായി, അങ്ങനെയൊക്കെ. അപ്പോൾ ഇനിയുള്ള ജീവിതം അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാ ആശംസകളും, ഭാവിയിലുള്ള ഇവരുടെ റിട്ടയർമെന്റ് ജീവിതത്തിന് എല്ലാ ആശംസകളും നൽകുന്നു. സൂര്യനെ പോക്കുന്ന പോലമെന്നെ നാഥനെ താൻ നോക്കി വാഴുന്നു. സൂര്യകാന്തി
കരുണയോടെ അവനെ നോക്കും നയനമെത്ര ശോഭനം കരുണയോടെ അവനെ നോക്കും നയനമെത്ര ശോഭനം അവനു താനും തണലുമായ കൈകളെത്ര പാവനം അവനു താനും തണലുമായ കൈകളെത്ര പാവനം കൈകളെത്ര പാവനം സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെന്നെ നാഥനെ നോക്കി വാഴുന്നു നോക്കി വാഴുന്നു. ആശംസ പറയുന്നതായി സൂസൻ ടീച്ചർക്ക് മൈക്കോളും. ബഹുമാനപ്പെട്ട അച്ഛൻ, അൽഫോൻസ സിസ്റ്റർ, എൻ്റെ പ്രിയ ആനി ടീച്ചർ, ലിഷ ടീച്ചർ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല, എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു 9 വർഷം ഞാനിവിടെ നിന്ന് വിട്ടു നിന്നു. ഞങ്ങൾ 2025-ലും 2026-ലുമായിട്ട് ഒരു 10-12 പേരോളം ഞങ്ങൾ ഒരുമിച്ച് അല്ലേ 2005-ലല്ലേ ഞാൻ പറഞ്ഞത്, 2005-ലും 2006-ലുമായിട്ട് ഒരു 10-15 പേരോളം എനിക്ക് തോന്നുന്നു 10 പേരോളം ഞങ്ങൾ ഒരുമിച്ച് കയറിയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ UP കെട്ടിടത്തിലേക്ക് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഞങ്ങളെ ഇങ്ങനെ ജൂനിയേഴ്സ് എന്നുള്ളൊരു രീതിയിലേക്കല്ല, ഞങ്ങളെ എന്താ മക്കളെ പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഒരിക്കലും ഒരു ഞങ്ങൾ സീനിയേഴ്സാണ്, നിങ്ങളിപ്പോൾ കയറി വന്ന കുട്ടികളാണ്, അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരമൊന്നും ഞങ്ങളുടെ അടുത്ത് എടുക്കണ്ട എന്ന് അങ്ങനെയൊന്നുമല്ല. ഞങ്ങളെ ശരിക്കും മക്കളെ പോലെ ചേർത്ത്, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ BEd കഴിഞ്ഞ് ചെല്ലുന്നു, TTC കഴിഞ്ഞ് ചെല്ലുന്നു, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല പഠിപ്പിക്കുന്നതിൻ്റെ ബാലപാഠമൊക്കെ ഇവരാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് രണ്ടുപേരും. പിന്നെ അത് മാത്രമല്ല ഞങ്ങളുടെ കൂട്ടുകാരായിരുന്നു, ഞങ്ങൾക്ക് കൂട്ടുകാരികളായിരുന്നു രണ്ടുപേരും. ഞങ്ങളുടെ സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്റ്റാഫ് റൂമായിരുന്നു. LPയും UP ഒക്കെ ഒന്നിച്ചാണ് അവിടെ, ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത്. എല്ലാവരും ഇൻ്റർവെല്ലിൽ ഒരുമിച്ച് കൂടും. ഏറ്റവും കൂടുതൽ തമാശ പറയുന്നത് ഇവനാണ്. ലിഷ ടീച്ചർ പൊട്ടിച്ചിരിക്കുക. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ഒരു തമാശ പറഞ്ഞാൽ അതിൻ്റെ കൂടെ പൊട്ടിച്ചിരിക്കും. ആനി ടീച്ചർ പറഞ്ഞ പോലെ തമാശ പറഞ്ഞിട്ട് ഇവിടുന്ന് ഒഴിഞ്ഞു കളയും, ചിരിച്ച് അവിടെ കിടന്ന് ചാവും. ആളൊന്നും അറിഞ്ഞിട്ടില്ല, തമാശ പറഞ്ഞങ്ങ് പോകും. അതുപോലത്തെ പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഈ വർഷമാണ് തിരിച്ചിങ്ങോട്ട് ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞ് വന്നത്. അപ്പോഴും ആ പഴയ ഇത് തന്നെ എന്നുവെച്ചാൽ കുറച്ചുകൂടി സ്നേഹം കൂടിയെങ്കിലേ ഉള്ളൂ. ഞങ്ങളുടെ ആനിവേഴ്സറി ഇന്ന് കുറച്ചും വൈകിട്ടായിരുന്നു, അപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ്. ഞങ്ങൾക്ക് കുറച്ച് പേരെ ദൂരെ കൊണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട് അടുത്തായതുകൊണ്ട് ഞാൻ ഹസ്ബൻഡും ഒരേ സ്കൂൾ സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യണേ. ഞങ്ങൾ ഒരുമിച്ച് ഇവരെ ആന ടീച്ചറിനെയും പിന്നെ ദൂരെയുള്ളവരെ രണ്ടുപേരെ കൊണ്ടാക്കാൻ വേണ്ടി പോയി. ആന ടീച്ചറിൻ്റെ വീട് വരെ ഞങ്ങൾ ചുണ്ട് ഞങ്ങൾ നാട്ടിൽ ചിരിച്ചിട്ട് ഞങ്ങളൊരു നിമിഷം എനിക്ക് ഒച്ചയടഞ്ഞ അവസാനം. ആന ടീച്ചർ ഒരു തമാശ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുക, ഞങ്ങളോട് ചിരിച്ചു പറയാം. ടീച്ചറിന് ഒരുപാട് സങ്കടങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിലും ടീച്ചറിൻ്റെ മനസ്സ് ടീച്ചർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള മനസ്സ്, ഞങ്ങൾക്കൊക്കെ സമാനമായ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആന ടീച്ചറിന് ഞങ്ങൾക്ക് ഒരുപോലെയാണ്, മക്കളൊക്കെ ഞങ്ങൾക്ക് ഒരു പ്രായമാണ്. അപ്പം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും ടീച്ചറിൻ്റെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ വേണ്ട സമയമാണ് ആന ടീച്ചറിന്. ലിഷ ടീച്ചറിന് തന്നെ എപ്പോഴും ഹാപ്പിയാണ്. ആളെന്ത് സങ്കടം ഉണ്ടെങ്കിലും ചിരിച്ച് സന്തോഷത്തോടുകൂടി എല്ലാം നേരിടുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ടീച്ചർ വളരെ പ്രസന്നവദനായിട്ടാണ്. കുടുംബം അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് പറയുന്നത് ഈ ഇടയ്ക്ക് മിനിഞ്ഞാന്നാണോ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞത്, എനിക്കൊരു വലിയ ഉപകാരം ടീച്ചറിനോട് ഹസ്ബൻഡിനോട് എനിക്ക് പറയാനുണ്ട്. എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു ടീച്ചറായിരുന്നു ഇവിടെ പ്രിസൈഡിങ് ഓഫീസറായിട്ട് നമുക്കിവിടെ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൽ വന്നത്.
ആളെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഫാദർ നഷ്ടപ്പെട്ടതാണ്. ഭയങ്കര പേടിക്കാരത്തിയാണ്. പ്രിസൈഡിങ് ഓഫീസിൽ നിന്ന് കേട്ടപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് എന്ന് പറഞ്ഞു. എന്തിനാ നീ ആത്മഹത്യ ചെയ്യണേ? എന്തിനാ? ഞാൻ പ്രിസൈഡിങ് ഓഫീസറായിട്ട് ഞാൻ ഒന്നിക്ക് തലറിഞ്ഞ് വീട് അവിടെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഇങ്ങനെയൊന്നും പറയല്ലേ, അപ്പം കൂടെ ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം അതൊന്നുമല്ല, ഞാനിപ്പോൾ തന്നെ എനിക്ക് വരച്ചിട്ട് വയ്യ, ഞാൻ ആ ജോലി ചെയ്യില്ല, എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ തല്ലുകൊള്ളണ്ടേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ആൾക്ക് കിട്ടിയത് ഇവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഏറ്റവും അതിൻ്റെ സന്തോഷം വന്നത്, ടീച്ചർ ഇവിടെ അടുത്തുണ്ടല്ലോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാമല്ലോ എന്ന്. എന്നിട്ട് വൈകുന്നേരം വരെ എന്നെ അവൾ വിളിച്ചില്ല. വൈകുന്നേരം ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഇപ്പം എൻ്റെ ഇവിടെ എഴുകുന്നേലാണ്, അപ്പം എനിക്ക് വന്ന് സഹായിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആദ്യം ടീച്ചറിൻ്റെ കാര്യം ഓർത്തു. ഞാൻ ഓർത്തു, ടീച്ചറിന് പറ്റുമോ, കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, ടീച്ചറിന് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഉടനെ ടീച്ചറുടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ജോജി സാറ് അപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ പിറ്റേ ദിവസം അവർക്കൊന്ന് ഫ്രഷ് ആയാൽ മതി. രാവിലെ 3:30 ഞാൻ കിടന്നുറങ്ങാം, ഈ പറഞ്ഞ ആൾ കിടന്നുറങ്ങാം. 3:30 ടീച്ചറുടെ ഹസ്ബൻഡ് ചെന്ന് ടീച്ചറുടെ ഹസ്ബൻഡും കൂടെ അന്ന് വണ്ടി ഓടിക്കാൻ ആളില്ലാഞ്ഞിട്ട് ഡ്രൈവറെ കൂട്ടിയിട്ട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വെച്ചാൽ അവർ പർച്ചേസിങ് കഴിഞ്ഞ് ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഒട്ടും അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ടീച്ചർ ഹസ്ബൻഡുമായിട്ട് പ്ലാൻ ചെയ്തൊരു ഡ്രൈവറെ കൂട്ടി അവരെ ചെന്ന് ഇവിടെ കൊണ്ടുവന്ന് അവർ പറയാണ്, ഇത്രയും സ്നേഹത്തോടുകൂടി ഞങ്ങൾക്കിങ്ങനെ ഒരു ഫ്രഷ്. അപ്പോൾ ആ ടീച്ചറിനത് ഭയങ്കര ഇതായിട്ട് അത് ചെയ്യാൻ പറ്റി. കാരണം നമുക്കറിയാമല്ലോ, ഒരു പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിപ്പോയി നമ്മുടെ ജോലി കാര്യം പോളിങ് ഭയങ്കരമായിരുന്നു. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു ടീച്ചറും ഹസ്ബൻഡും കൂടെ. 3:30 നമ്മൾ നന്നായിട്ട് ഉറങ്ങണ സമയം. കുറച്ചുകൂടെ പ്രായമായി വരുന്നവർക്കൊക്കെ നമുക്ക് ഉറക്കം വിട്ട് കളയാൻ പറ്റില്ല. ചിലപ്പോൾ രാവിലെ ഇരിക്കും ഉറക്കം കൂടുതൽ നമുക്ക് കിട്ടും. ആ സമയത്ത് ഇവർ രണ്ടുപേരും എനിക്ക് വേണ്ടി ചെയ്തൊരു സാക്രിഫൈസ് ഞാൻ ഒരിക്കലും മറക്കില്ല. അവളെപ്പോഴും പറയുമായിരുന്നു, എന്തൊരു നല്ല വീടാണ്, എന്തൊരു നല്ല ടീച്ചറാണ് ഹസ്ബൻഡ്. അപ്പോൾ ഭയങ്കര ഞാൻ അതിൽ ഒരുപാട് പൊങ്ങി. ഞാൻ എൻ്റെ ഒരു ടീച്ചറാണല്ലോ, അപ്പം ഞാൻ ഒത്തിരി അങ്ങ് സന്തോഷിച്ചു. ഞാൻ വഴിയാണല്ലോ, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ സമയത്ത് ഇവർ ഇതെല്ലാം ചെയ്തു എനിക്ക് വേണ്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഹസ്ബൻഡിനോടും ടീച്ചറോടും ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. അപ്പോൾ അതെൻ്റെ ഈ അടുത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു ഉപകാരമായിരുന്നു. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ഇവിടെ വരുമ്പോഴെങ്കിലും എനിക്ക് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ വലിയ മനസ്സിൻ്റെ ഉടമയാണ് ടീച്ചറും ഹസ്ബൻഡും. ആനി ടീച്ചർ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരുമിച്ച് കയറിയതാണ് 2002. അന്ന് മുതൽ ഞങ്ങൾ ഒരുപാട് മനസ്സിനടുപ്പമുണ്ട്. അപ്പോയിൻമെൻറ്റ് പാസ്സാക്കാൻ വേണ്ടി ഒരുമിച്ചാണ് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ജെയിംസ് സാറ് മിക്കവാറും വീട്ടിൽ വരും. ഇവർ ഡെന്നിസ് സാറ് അങ്ങോട്ടേക്ക് പോകും. ഇവർ ഒരുമിച്ചാണ് അപ്പോയിൻമെൻറ്റ് പാസ്. അപ്പോൾ ഭയങ്കര ഒരു അടുപ്പായിരുന്നു. അപ്പോൾ അതും ഒരു ഒത്തിരി സങ്കടങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും സാറിന് സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി. എല്ലാവിധ ആയുരാരോഗ്യവും ഇനി മുന്നോട്ടുണ്ടാവട്ടെ രണ്ടുപേർക്കും എന്ന് പരമാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. Move on to the sweetest part of our celebration, the cake cutting ceremony. കേക്ക് കട്ട് ചെയ്യുന്നതിനായി മമ്മിയെയും ആനി ടീച്ചറെയും അൽഫോൺസ് സിസ്റ്ററെയും ക്ഷണിക്കുന്നു. ഇന്ന് നമുക്ക് വേറൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്, നമ്മുടെ സ്വന്തം ആനി ടീച്ചറുടെ ബർത്ത്ഡേ കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും ടീച്ചർക്ക് നല്ലൊരു ബർത്ത്ഡേ ആശംസകൾ കൂടി കൊടുക്കാം. ഞങ്ങൾ പോകുമായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഒരു എഴുന്നേറ്റ് നിൽക്കാമല്ലോ അല്ലേ? ഇഷ്ടമുള്ള ഒരു പാട്ട് സിസ്റ്റർ സുമ, ഏതെങ്കിലും ഒരു ഫെലിസിറ്റേഷൻ പാട്ട്.